മൈ സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബജാജ് പൾസർ NS200-ൻ്റെ 2024 മോഡലിൻ്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 21ഓളം പുതിയ മാറ്റങ്ങൾ ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാനിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഡെയിലി പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2024 മോഡൽ ബജാജ് NS200-ൽ ഏകദേശം 21ഓളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. പുതിയതായിട്ട് വന്നിരിക്കുന്നത് മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ അപ്സൈഡ് ഡൗൺ ഫോക്ക് വന്നിട്ടുണ്ട്, അപ്ഡേറ്റഡ് കൺസോൾ, ഡിജിറ്റൽ ഫുൾ ഡിജിറ്റൽ ആയിട്ടുള്ളൊരു മീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ മോഡലും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ വെയിറ്റ്, വണ്ടിയുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പവർ ടു വെയിറ്റ് റേഷ്യോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ടയേഴ്സ് എല്ലാം ചേഞ്ച് ആയി. കുറച്ചുകൂടി ഫ്രണ്ടിൽ നാരോ ആയിട്ടുള്ളതും ബാക്ക് സൈഡിൽ വീതിയുള്ളതായിട്ടും മണ്ണുള്ള ടയർ വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ തന്നെ തുടങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ആദ്യമേ നോക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണപ്പെടുക എന്ന് വെച്ചാൽ അതിൻ്റെ എന്താ പറയുക, ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ ഹെഡ്ലൈറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മേളിൽ നിന്ന് തുടങ്ങുമ്പോൾ ഫ്രണ്ട് വൈസറിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് സ്മോക്ക് ചെയ്തിട്ടുള്ള വൈസറാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്, സൺ വൈസർ. പിന്നെ നമുക്ക് എടുത്ത് പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈൻ ഓവറോൾ മാറി. ഇത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആ LED ഹെഡ്ലൈറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. വാഹനത്തിന് LED ലൈറ്റ്സ് ആണ്, ഓൾ ഓവർ LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ്, ഡേ ടൈം റണ്ണിങ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, സ്റ്റോപ്പ് ലൈറ്റ്, എല്ലാ മോഡലും ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു നല്ല പുതിയൊരു ഡിസൈനിലാണ് ഇപ്പോൾ DRLs വന്നിരിക്കുന്നത്. ഞാൻ ലൈറ്റ് കൂടി കത്തിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണോ, ഡിമ്മിനും ബ്രൈറ്റിനും സെപ്പറേറ്റ് ലൈറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ബൾബും സെപ്പറേറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി ലൈഫ് കിട്ടും, നല്ല ബെറ്റർ ലൈറ്റ് ത്രോ കിട്ടും. നമ്മുടെ KTM-ലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ടു സെയിം സൈഡ് ഇൻഡിക്കേറ്റേഴ്സ്, LED സൈഡ് ഇൻഡിക്കേറ്റേഴ്സാണ് നമുക്ക് ഇനി മുതൽ NS200-ലും ലഭിക്കുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ടിലെ ഷോക്കപ്പ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്സൈഡ് ഡൗൺ ഫോക്സ് ആണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നിങ്ങൾ അതിൻ്റെ കളർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ലൈറ്റ് ഗ്രേ കളർ പെയിൻറ്റിംഗ് ആണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ലുക്ക് നമുക്ക് കിട്ടും. അത് കൂടാതെ അപ്സൈഡ് ഡൗൺ ഫോർക്ക് ആയതുകൊണ്ട് ഹാൻഡിലിങ് വളരെ സ്മൂത്ത് ആയിരിക്കും, വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നതാണ്. ഫ്രണ്ട് ടയർ ചേഞ്ച് ആയിട്ടുണ്ട്. 100/80/17 MRF-ൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് സ്റ്റാൻഡേർഡായിട്ട് ഫ്രണ്ട് ബാക്ക് ഡ്യുവൽ ചാനൽ ABS നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. 300 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അത് ഡ്യുവൽ പിസ്റ്റണാണ് ഡിസ്ക് ബ്രേക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഫ്രണ്ട് മഡ് ഗാർഡിലും നമ്മുടെ ഷോക്കപ്പ് കവർ ചെയ്യുന്ന പോർഷനിലെല്ലാം ABS-ൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ബ്രാൻഡ്. ഇതൊരു പുതിയൊരു ബ്രാൻഡാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. പഴയ മോഡൽ മാറിയിട്ട് പുതിയ ബ്രാൻഡിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ABS-ൻ്റെ റിങ് വരുന്നത്, ABS-ൻ്റെ ഡിസ്ക് റിങ് വരുന്നത്. ABS ഡ്യുവൽ ചാനൽ ABS-ൻ്റെ ബാഡ്ജിങ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ടയർ സൈസ് കണ്ടോ, 100/80/17 ട്യൂബ്ലെസ് ടയേഴ്സാണ്. MRF-ൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് ചേഞ്ച് ആയിട്ടുണ്ട്. കാർബൺ ഫൈബറിൻ്റെ പ്രിൻറ്റിങ് എല്ലാം വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ. പിന്നെ അത് കൂടാതെ നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്യാനുള്ള ക്ലാമ്പും ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് ഡിഫോൾട്ടായിട്ട് കമ്പനിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നുണ്ട്. ഇതാണ് അലോയ് വീൽ വരുന്നത്. അലോയ് വീലിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. ലൈറ്റ് ഗ്രേ കളർ അതായത് ഉള്ള അലോയ് വീലാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ ഡിസൈൻ അഥവാ പാറ്റേൺ സെയിം ടു സെയിം ആണ്. ഇതിന് മുമ്പ് ഇറങ്ങിയ സെയിം ടു സെയിം പാറ്റേണിലുള്ള അലോയ് വീൽ തന്നെയാണ് നമുക്കിപ്പോഴും ലഭിക്കുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്ക്. അതിൻ്റെ ബോഡി ഗ്രാഫിക്സ് ഫുള്ള് മാറിയിരിക്കുകയാണ്. അതുകൂടാതെ പൾസറിൻ്റെ ആ പെട്രോൾ ടാങ്കിലുള്ള പൾസറിൻ്റെ ലോഗോയും എന്താ പറയുക ഡാർക്ക് ക്രോമിലാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതാണ് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കണേ. ഓൾ ഓവർ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 168 mm ആണ്. വീൽ ബേസ് 1363 mm കിട്ടുന്നുണ്ട്. ടോട്ടൽ വെയിറ്റ് 158 kg ആണ്. 1.5 kg വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. സ്വിച്ചസ് എല്ലാം തന്നെ മാറി, പുതിയ ടൈപ്പ് സ്വിച്ചസ് ആണ് ഇപ്പോൾ വരുന്നത്. ലെഫ്റ്റ് സൈഡ് പറയുകയാണെങ്കിൽ മെനു അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ, ഹോൺ വരും. പിന്നെ അപ്പർ സൈഡിലാണ് ഡിമ്മും ബ്രൈറ്റും പാസിൻ്റെ സ്വിച്ച് കൂടി ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് ഒറ്റ യൂണിറ്റിൽ വരുന്നുണ്ട്. ബ്രേക്ക് ലിവറിൻ്റെ സൈഡിലായിട്ട് അതായത് മീറ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് നമുക്കൊരു USB പോർട്ട് കൂടെ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ സീറ്റിലിരിക്കുമ്പോഴുള്ള വ്യൂ വരുന്നത്. സ്പ്ലിറ്റ് ഹാൻഡിൽസ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് എൻജിൻ കിൽ സ്വിച്ചും ഹെഡ്ലൈറ്റ് ഓൺ ഓഫും സെൽഫിൻ്റെ ബട്ടൺ കൂടി വരുന്നുണ്ട്. വാഹനത്തിൻ്റെ ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ഫുൾ ഡിജിറ്റൽ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. ടോപ്പിലായിട്ട് 3 LED ബൾബുകൾ തെളിഞ്ഞ് എത്തുന്നുണ്ട്. അത് സ്പീഡിനെ കാണിക്കാനാണ്. ഗ്രീന്, ബ്ലൂ, റെഡ് ആകുമ്പോൾ ഡേഞ്ചറാണ്, സ്പീഡ് കുറക്കണം എന്നാണ്. പിന്നെ നമുക്ക് കുറച്ച് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ കണക്ടിവിറ്റി, ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10/10 നാവിഗേഷൻ. അതുകൂടാതെ നമ്മുടെ ഫോണിലെ അപ്ഡേറ്റ്സ് എല്ലാം, അതായത് SMS, കോള്, പിന്നെ ബാറ്ററി ചാർജ്, റേഞ്ച് എല്ലാം തന്നെ നമുക്ക് ഇതിൽ കാണിക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ LED നോട്ടിഫിക്കേഷൻസ് വരും. മുകളിൽ RPM-ൻ്റെ റേഞ്ച് കാണിക്കുന്നതാണ്, അത് സ്പീഡ് കാണിക്കുന്നുണ്ട് കണ്ടോ.
പിന്നെ അതിൻ്റെ താഴെയായിട്ട് N എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഫ്യൂൽ ഗേജ് കാണിക്കുന്നുണ്ട്. പിന്നെ നോട്ടിഫിക്കേഷൻസ് എല്ലാം മേളിൽ കാണിക്കും. IFE എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എഫിഷ്യൻസിയാണ്. കറണ്ട് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര മൈലേജ് ഇടുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഡിസ്റ്റൻസ് MT കാണിക്കും. ഉള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിക്കുമെന്ന് കാണിക്കും. പിന്നെ ലാസ്റ്റ് റണ്ണിൽ കിട്ടിയ മൈലേജും കാണിക്കുന്നുണ്ട്. നമുക്കൊരു 12 ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് വരുന്നത്. നമുക്കൊരു ഫുൾ ടാങ്ക് ഉണ്ടെങ്കിൽ 400-450 കിലോമീറ്ററൊക്കെ സുഖമായിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു നടക്കാവുന്നതാണ്. വാഹനത്തിൻ്റെ ടാങ്ക് സെയിം ടു സെയിം ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ടാങ്കിൻ്റെ ഗ്രാഫിക്സ് ഫുൾ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. പുതിയ മോഡലാണ്, അപ്പോൾ കുറച്ചുകൂടി പ്രൈസ് കൂടിയിട്ടുണ്ട്. പക്ഷേ ഗ്രാഫിക്സും അതുപോലെ ഇത്തരം ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ടാണ് ഈ പ്രൈസ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഡാർക്ക് ക്രോമിലുള്ളൊരു പൾസറിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. വളരെ എന്താ പറയുക എയറോഡൈനാമിക് ആയിട്ടുള്ള ഷേപ്പ്, ആ ടാങ്കിൻ്റെ ഷേപ്പ് ഇപ്പോഴും അവർ നിലനിർത്തിയിട്ടുണ്ട്. വാഹനത്തിന് E20 ഫ്യൂൽ സപ്പോർട്ടഡ് ആണ്. ഓൾറെഡി നമ്മുടെ ടാങ്കിൻ്റെ ലോക്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ഹാർഡ് ഫൈബറിലുള്ള ഗാർഡും കിട്ടുന്നുണ്ട്. ടാങ്ക് പാഡെന്നോ ടാങ്ക് ഗാർഡെന്നോ നമുക്ക് പറയാം. പിന്നെ നമുക്ക് എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ സീറ്റാണ്. സീറ്റിൻ്റെ കുഷനിങ് അപ്പാടെ മാറി, പുതിയ ടൈപ്പ് കുഷനിങ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് സീറ്റ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഹൈലി കുഷനബിൾ ആണ്, നല്ല സോഫ്റ്റാണ്. റിയർ സൈഡ് ഇത്തിരി ഹാർഡാണ്, പക്ഷേ ഡ്രൈവർ സൈഡ് നല്ല സോഫ്റ്റാണ് സീറ്റ്. കാരണം ഈ ഒരു ഭാഗത്ത് ഇത്തിരി ടൈറ്റ് ഉണ്ട്, ബാക്കി ഒരു വിഷയമില്ല. നല്ല കംഫർട്ടബിൾ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്. എയറോഡൈനാമിക് ആയിട്ടുള്ള നമുക്ക് പഴയ മോഡലിൽ കിട്ടിയ ആ സെയിം ടു സെയിം ഗ്രാബ് റെയിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം വെച്ചാൽ വാഹനത്തിൻ്റെ ബാക്ക് സൈഡാണ്. ഓൾറെഡി നമ്മുടെ പഴയ മോഡൽ തന്നെ റിയർ LED ലൈറ്റ് തന്നെ വരുന്നുണ്ട്. പക്ഷേ ആ ബാക്കിൽ LED ലൈറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഇൻഡിക്കേറ്ററൊക്കെ ഫിറ്റ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ക്വാളിറ്റി ഓസമായിട്ടാണ്. ഫുൾ മാറി നല്ല ഹെവി ക്വാളിറ്റി ആയിട്ടാണ് വരുന്നത്. നമ്പർ പ്ലേറ്റിനുള്ള ലൈറ്റും കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് പറയുന്ന കാരണം വെച്ചാൽ വാഹനത്തിൻ്റെ എഞ്ചിനാണ്. അതിന് ഈ പവർഫുൾ 200 cc എഞ്ചിനെ തണുപ്പിക്കാനായിട്ട് ലിക്വിഡ് കൂൾഡ് ടെക്നോളജിയും എയർ കൂൾഡ് ടെക്നോളജിയും കമ്പൈൻ ചെയ്താണ് യൂസ് ചെയ്യുന്നത്. വാഹനത്തിന് ഒരു അടിപൊളി സ്പോർട്ടി ആയിട്ടുള്ള എഞ്ചിൻ കൗൾ നമുക്ക് കിട്ടുന്നുണ്ട്. വാഹനത്തിൻ്റെ എഞ്ചിനെ സേഫ് ആക്കാനും അതുകൂടാതെ ഒരു സ്പോർട്ടിനെസ് കിട്ടാനുമായിട്ടാണ്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡ് ട്രിപ്പിൾ സ്പാർക്ക് യൂസ് ചെയ്തിട്ടുള്ള 4 വാൽവ് വരുന്ന DTSI ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് ഇപ്പോഴും നമുക്ക് നമ്മുടെ പൾസർ NS200 ഇപ്പോഴും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ എഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം പവറും ടോർക്കും ലഭിക്കുന്ന ഒരു എഞ്ചിനാണ്. 199 cc ആണ് വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി. 24.5 bhp പവർ വരുന്നുണ്ട്. 18 Nm ടോർക്ക് വരും. 136 കിലോമീറ്റർ വരെ സ്പീഡിൽ നമുക്ക് വണ്ടി ഓടിക്കാം. ഒരു 35-38 റേഞ്ച് 40 വരെ നമുക്ക് മൈലേജ് കിട്ടും. 0 to 100 കവർ ചെയ്യാൻ വെറും 10 സെക്കൻഡ് മാത്രം മതി. ബ്രേക്ക് ലിവർ ചേഞ്ച് ആയിട്ട് കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ട് ആ റബ്ബർ ബുഷിങ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയുന്ന കാര്യം വെച്ചാൽ ഇതിൻ്റെ ട്രാൻസ്മിഷനാണ്. 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. സ്ലിപ്പർ ക്ലച്ച് പരിപാടികളൊന്നും വണ്ടിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ വാർണിംഗ് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. അതായത് സൈഡ് സ്റ്റാൻഡ് തട്ടിയില്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. 2012 തൊട്ട് വന്നിരുന്ന സെയിം ടു സെയിം ആ പെരിമീറ്റർ ഫ്രെയിം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഹാൻഡിലിങ് വളരെ എളുപ്പമായിരിക്കും. തീരെ കനം കുറവാണ്, എന്നാലും നല്ല പക്കയായിട്ട് വണ്ടി ഹാൻഡിൽ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ വാഹനത്തിൻ്റെ ചെയിൻ കവർ വരുന്നത് ഓപ്പൺ ടൈപ്പ് ചെയിൻ കവറാണ്. അഡീഷണൽ ആയിട്ട് നമുക്ക് സാരി ഗാർഡും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടയർ ഹഗ്ഗർ വരുന്നുണ്ട്. സാരി ഗാർഡിന് ഫുഡ് റെസ്റ്റ് ലഭിക്കുന്നില്ല. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് സസ്പെൻഷൻ. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള നൈട്രോക്സ് മോണോഷോക്ക് സസ്പെൻഷനാണ് നമുക്ക് ബാക്ക് സൈഡിൽ ലഭിക്കുന്നത്. അതിന് 6 പോയിൻ്റ് നമുക്ക് സസ്പെൻഷൻ്റെ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സസ്പെൻഷൻ വന്നതുകൊണ്ട് നമുക്ക് ബാക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഓടിക്കാം. അതുപോലെ തന്നെ ഹാൻഡിലിങ്ങും റൈഡിങ്ങും വളരെ എളുപ്പമായിട്ടുണ്ടാകും. ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. എത്ര പമ്പ് ചാടിയാലും നമുക്ക് അത്ര എഫക്റ്റ് ഫീൽ ചെയ്യില്ല. ബാക്ക് സൈഡ് കവർ കാര്യങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. പുതിയ ടൈപ്പ് ഷേപ്പിലുള്ള സൈഡ് കവറാണ് ബാക്ക് വരുന്നത്. ബാക്ക് ടയർ കുറച്ചുകൂടി വണ്ണുള്ളതും വീതിയുള്ള ടയറാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ടയറിൻ്റെ സൈസ് വരുന്നത് 130/70/17 MRFൻ്റെ അല്ലെങ്കിൽ സിയറ്റിൻ്റെ ടയറായിരിക്കും നമുക്ക് ലഭിക്കുക. അത് ഓഫ്കോഴ്സ് ട്യൂബ്ലെസ് ടയർ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് കോർണറിങ്ങും ഹാൻഡ്ലിങ്ങും ഒക്കെ നല്ല പക്കയായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡ് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഡ്യുവൽ ചാനൽ ABS ഓൾറെഡി വരുന്നുണ്ട്. 230 mm ഡിസ്ക് ബ്രേക്കാണ് യൂസ് ചെയ്യുന്നത്. ഡ്യുവൽ കാലിപ്പർ തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ബാക്ക് സൈഡ് നമുക്ക് സ്പ്ലിറ്റ് ആയിട്ടുള്ള ടയർ ഹഗ്ഗറും നമ്മുടെ വണ്ടിക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ സീറ്റിംഗ് വളരെ കംഫർട്ടബിളാണ്. ഒരു 5 അടി പൊക്കമുള്ള ആൾക്ക് തൊട്ട് വണ്ടി സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. കയറി ഇരുന്നാൽ തന്നെ നമ്മുടെ കാല് താഴെ എത്തും. അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ചു നടക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ എഞ്ചിൻ്റെ സൗണ്ട് കൂടി ഒന്ന് കേട്ട് നോക്കാം. വലിയ മേജർ ചേഞ്ചസ് ഒന്നുമില്ല, കാരണം എഞ്ചിനും എക്സോസ്റ്റൊക്കെ സെയിം തന്നെയാണ്. എന്നാലും ആ സൗണ്ട് കൂടി ഒന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ. NS200 ആ സ്പോർട്ടിനെസ് കൂട്ടാനായിട്ട് നമ്മുടെ NS200 ഓൾറെഡി അണ്ടർ ബെല്ലി എക്സോസ്റ്റാണ് വണ്ടിക്ക് വരുന്നത്.
അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നോർത്ത് പറവൂർ JKB ബജാജാണ്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. പുതിയ NS200 ഓൾറെഡി വണ്ടി റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് നമ്മളുടെ കയ്യിൽ. അപ്പോൾ എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നേരെ ഷോറൂമിലേക്ക് വരിക. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ഏകദേശം 2 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വണ്ടി എന്ന് പറയുന്നത് NS200 ആണ്. വേറൊരു കോമ്പറ്റീറ്റർ ഒന്നും ഈ വണ്ടിക്ക് വരുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂസ് എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.